വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ നൂഡിൽ സൂപ്പാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സൂപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് സെലറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിനായിട്ട് നമുക്കൊരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഈ സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ചെറിയ ബഞ്ച് തൈം ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് തൈമാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ് ഉപയോഗിക്കാം. അതാവുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഈ ചിക്കൻ പീസൊക്കെ ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ബേ ലീഫും അതുപോലെ തന്നെ ആ തൈം ലീവ്സും ഒക്കെ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ സൂപ്പിലായി കഴിഞ്ഞു. ഇനി അത് അതിൽ തന്നെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 1 കപ്പ് പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പാസ്തയ്ക്കും കുക്കിംഗ് ടൈം ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും ഒരു 10-15 മിനിറ്റിനകം തന്നെ നമുക്ക് ഈ പാസ്ത നല്ല പോലെ വെന്ത് കിട്ടും. ഇപ്പോഴത്തെ ഈ പാസ്തയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അതാണ് ഈ പാസ്തയുടെ പാകം. അതിനുശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ കുരുമുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ച ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്നും മാറ്റാം. ഇനി നമ്മളിതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഫുൾ മീലായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്.